ഹായ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റോൺ ഗ്രാഫ്റ്റിംഗ് ആണ്. സ്റ്റോൺ ഗ്രാഫ്റ്റ് നമ്മൾ ചെയ്യാൻ എടുക്കുന്നത് ഇതേമാതിരി കോപ്പർ കളർ മാറാത്ത നമ്മുടെ മാവിൻ്റെ അണ്ടിമുളച്ച തൈകളിലെ സീഡ്ലിംഗ് പ്ലാന്റ്സ്, അതിലാണ് നമ്മൾ സ്റ്റോൺ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോൺ ഗ്രാഫ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മാവിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതേമാതിരി സീഡ്ലിംഗ് പ്ലാന്റ്സ് കിട്ടും, കോപ്പർ കളർ മാറാത്തത്. അങ്ങനത്തെ തൈകളിലാണ് നമ്മൾ സ്റ്റോൺ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന സയോൺ ഇപ്പോൾ എങ്ങനത്തെ ആയാലും കുഴപ്പമില്ല. ഇത് വേണമെങ്കിൽ ഡബിൾ കൊടുക്കാം, 2 റൂട്ട് സ്റ്റോക്ക് കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ സിംഗിൾ റൂട്ട് സ്റ്റോക്കിലാണ് ഈ സയൺ സെറ്റ് ചെയ്യുന്നത്. ഈ സയൺ വന്നിട്ട് ഇത് നമ്മുടെ ഒരു US വെറൈറ്റിയാണ്. ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പുതിയ പുതിയ ഷൂട്ട്സ് വരാൻ നിൽക്കുന്നത് കാണാം. ഇവിടെ ഒരു ഷൂട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ ഷൂട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് സക്സസ് ആവില്ല, ഇത് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനത്തെ ഷൂട്ടുകൾ ഒഴിവാക്കിയിട്ട് ഇങ്ങനെയുള്ള ഷൂട്ടിനെ മാത്രം എടുക്കുക. ഓക്കെ, തളിര് വന്ന ഷൂട്ടുകൾ ഒരിക്കലും നമ്മൾ എടുക്കരുത്. അപ്പോൾ ഇതൊക്കെ വന്നോളും. ഇതിനിവിടെയൊക്കെ പുതിയ പുതിയ ഷൂട്ട്സ് വരാനുള്ള ഇത് വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ഇതിന്നൊക്കെ ഷൂട്ട്സ് നമുക്ക് വന്നോളും. ഇനി നമ്മുടെ സയോണിനെ V ഷേപ്പിൽ ഇങ്ങനെ ചെത്തിയെടുക്കാം. സയോണത് അങ്ങനെ V ഷേപ്പിൽ ചെത്തിയെടുക്കുക. ചെത്തുമ്പോൾ നമ്മൾ നല്ല ഷാർപ്പായിട്ട് നൈഫ് യൂസ് ചെയ്യുക. നമ്മുടെ സൈനെല്ലാം കെത്തി നല്ല അടിപൊളിയായിട്ട് V ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഗ്രാഫ്റ്റ് ചെയ്യുന്ന എങ്ങനെ കാണിച്ചു തരാം. റൂട്ട് സ്റ്റോക്കിന് ഏകദേശം ഇവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യാം. കത്തി കൊണ്ട് ജസ്റ്റ് ഇതിൻ്റെ ശ്രദ്ധിക്കണം, വളരെ ചെറുതായിരിക്കും, അതുകൊണ്ട് ശ്രദ്ധിക്കുക. കത്തി കൊണ്ട് നടുവ് കൂടെ തന്നെ കറക്റ്റ് ഇങ്ങനെ പടർന്നെടുക്കുക. ഉണ്ടല്ലോ, അതിൻ്റെ അകത്തേക്ക് നമ്മുടെ റൂട്ട് സ്റ്റോക്കിന് അതേമാതിരി ഇങ്ങനെ ഇറക്കി വയ്ക്കുക. കണ്ടോ, നല്ല ഫിറ്റായിട്ട് നിൽക്കേണ്ട ആള് കണ്ടല്ലോ. കറക്റ്റ് നമ്മുടെ സാധാരണ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ചുറ്റുന്ന മരത്തിന് ചുറ്റിയെടുക്കുക. ശ്രദ്ധിച്ച് ചുറ്റണം. എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ നൈസായിട്ടുള്ള റൂട്ട് സ്റ്റോക്കും സയനുമാണ്. അപ്പോൾ ഡാമേജ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. വല്ലാണ്ട് ടൈറ്റ് ആക്കണ്ട, ഒരു മീഡിയം ടൈറ്റിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റിംഗ് കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിനെ നമുക്കൊരു ഗ്രോ ബാക്കിലേക്ക് നടാം. ഇത് നമുക്ക് സിമ്പിളായിട്ട് നടാം. ജസ്റ്റ് ഇങ്ങനെ ഹോൾട്ട് കൊടുക്കുക, അതിലേക്ക് ഈ വേരും കൂടെ ഇറക്കി വയ്ക്കുക, മണ്ണ് അമർത്തി കൊടുക്കുക. ഓക്കെ, അതിൽ ഫിറ്റായി നോക്കും. ഇനി ജസ്റ്റ് ഒരു സിപ്പപ്പിൻ്റെ കവർ വെള്ളം നാത്ത് കയറാണ്ടൊക്കെ വേണ്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഹ്യൂമിഡിറ്റിക്കും ഇത് നനയാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇപ്പം നല്ല മഴയുള്ള സമയമാണല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കവറും ഇട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ സ്റ്റോൺ ഗ്രാഫ്റ്റിങ്. എല്ലാവരും പരീക്ഷിക്കുക. നമ്മളെല്ലാവരും വീടുകളിൽ ഇതേമാതിരി സീഡ് മുളച്ച ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ നമുക്ക് ചെയ്ത് പരീക്ഷിക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെ പെട്ടെന്ന് തന്നെ സക്സസ് റേറ്റ് വളരെ കൂടുതലാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ചെയ്യുന്നതൊരു 90-95% സക്സസ് ആയിരിക്കും ഈ സ്റ്റോൺ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് പരീക്ഷിക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.